KL സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മറ്റൊരു ലോകകപ്പ് ക്രിക്കറ്റ് പോരാട്ടത്തിനു കൂടി സാക്ഷിയായ 2023 ക്രിക്കറ്റ് കലണ്ടർ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരവും പാകിസ്ഥാനെതിരെ നടക്കുന്ന ഓസ്ട്രേലിയയുടെ ബോക്സിംഗ് ഡേ ടെസ്റ്റുമടക്കം വളരെ കുറച്ചു മത്സരങ്ങളാണ് ഈ വർഷം ഇനി ബാക്കിയുള്ളത്. ഈ വർഷത്തെ ഏകദിന മത്സരങ്ങളെല്ലാം ഇതിനോടകം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് ഏകദിന പരമ്പരയിലെ സീരീസ് ഡിസൈനർ മത്സരമായിരുന്നു ഈ വർഷത്തെ അവസാന ഏകദിന മത്സരം. 2023 ക്രിക്കറ്റ് കലണ്ടർ ഇയറിൽ പല ഏകദിന റെക്കോർഡുകളും പിറന്നിരുന്നു. ഒരു കലണ്ടർ ഇയറിലെ ഏറ്റവും അധികം മാച്ച്, ഏറ്റവും അധികം റൺസ്, ഏറ്റവും അധികം വിക്കറ്റ് തുടങ്ങിയ പല റെക്കോർഡുകളാണ് 2023 പിറവിയെടുത്തത്. 2023 218 ഏകദിന മത്സരങ്ങളാണ് നടന്നത്. ഒരു കലണ്ടർ ഇയറിലെ ഏറ്റവും അധികം മത്സരങ്ങളുടെ റെക്കോർഡാണിത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കലണ്ടർ ഇയറിൽ 200-ൽ അധികം മത്സരങ്ങൾ നടന്നത് എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു വർഷത്തിൽ ലോകത്തുള്ള ബാറ്റർമാർ എല്ലാം ചേർന്ന് 1,00,000-ലധികം റൺ നേടുകയും ചെയ്തു. 1,02,185 റൺസാണ് ബാറ്റ്സ്മാൻമാർ എല്ലാം ചേർന്ന് അടിച്ചെടുത്തത്. ബാറ്റ്സ്മാൻമാർ റെക്കോർഡിട്ടപ്പോൾ ബൗളർമാരും നിരാശരാക്കില്ല. പന്തെറിഞ്ഞതിൻ്റെയും വിക്കറ്റ് വീഴ്ത്തിയതിൻ്റെയും ഇരട്ട റെക്കോർഡുകളുമായാണ് ബൗളർമാർ തിളങ്ങിയത്. ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം പന്തെറിഞ്ഞതിൻ്റെ റെക്കോർഡാണ് ഇതിൽ ആദ്യത്തേത്. 1,10,622 ഡെലിവറികളാണ് ബൗളർമാർ 2023 എറിഞ്ഞു തീർത്തത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വർഷത്തിൽ ബൗളർമാർ ചേർന്ന് 1,00,000-ലധികം പന്തുകൾ എറിയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തന്നെ 3,000-ലധികം വിക്കറ്റ് വീഴ്ത്താനും ബൗളർമാർക്ക് കഴിഞ്ഞു. 3,306 വിക്കറ്റുകളാണ് ബൗളർമാർ എല്ലാം ചേർന്ന് എറിഞ്ഞിട്ടത്. ഒരു കലണ്ടർ ഇയറിലെ ഏറ്റവും മികച്ച റൺ റേറ്റിന്റെ റെക്കോർഡും ഈ വർഷം തന്നെയാണ് പിറവിയെടുത്തിരിക്കുന്നത്. 5.54 ഈ വർഷത്തെ ഏകദിന റൺ റേറ്റ്. ഫ്രണ്ട്സ്, കൂടുതൽ കായിക വാർത്തകൾക്കും കായിക ലോകത്തുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കുമായി KL സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനലിന് പ്രോത്സാഹനമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.